കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ വീടുകൾ മണ്ണിനടിയിലായി. ഒരു കുടുംബം മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുകയാണ്. നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലത്തിന് മുകളിലായാണ് തിട്ടിടിഞ്ഞ് താഴ്ന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വി കെ സ്റ്റാലിൻ ഉണ്ട് അടിമാലിയിൽ നിന്ന്. വി കെ സ്റ്റാലിൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സ്റ്റാലിൻ, എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? കൊച്ചി ധനുഷ്കോടി ദേശീയപാതയില് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗമാണ്. അടിമാലിക്ക് സമീപം എട്ടുമുറി എന്ന സ്ഥലത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിച്ചിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ, പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ മഴ കുറവായിരുന്നെങ്കിലും രാത്രികാലങ്ങളിൽ വളരെ ശക്തമായ മഴയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ ഫലമായി ഇന്നലെയും അവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇടിഞ്ഞു വീണ ഭാഗത്തിന് പുറമെ അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മണ്ണ് വിള്ളൽ വീണ് നിന്നിരുന്ന കുറെ ഭാഗങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നിപ്പോൾ വൈകുന്നേരം രാത്രിയോടുകൂടി വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അതിന് മുകളിൽ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. എട്ടുമുറിക്ക് മുകളിൽ കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ മണ്ണിടിച്ചില് സാധ്യത കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അവിടുത്തെ 22 കുടുംബങ്ങളെ അടിമാലിയിലെ സർക്കാർ ഹൈസ്കൂളിന്റെ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം ചില വീടുകളിൽ നിന്നുള്ള ചില ആളുകൾ അവരുടെ സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി വീണ്ടും വൈകുന്നേരങ്ങളിൽ അവിടെ പോയിരുന്നു. അപ്പം പൂർണ്ണമായി സാധനങ്ങൾ എടുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് വീണ്ടും സാധനങ്ങൾ എടുക്കാൻ പോയ സമയത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇത് തലേ ദിവസം ഇന്നലെയൊക്കെ അവിടെ മണ്ണ് വിള്ളൽ വീണിരുന്ന കുറെ പ്രദേശമാണ് ഇന്നിപ്പോൾ ഇടിഞ്ഞു വീണത്. അതിനകത്ത് ഒരു കുടുംബത്തിലെ 4-5ഓളം ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ കുറച്ച് ഈ റേഞ്ചിന്റെയൊക്കെ ചില പ്രശ്നങ്ങളുള്ളതിന്റെ പേരിൽ ഒരു വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെയുണ്ട്. അടിമാലി പോലീസും നാട്ടുകാരും എല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തായാലും ഇനിയും അവിടെ വലിയ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല എങ്കിൽ കൂടി ഏത് സമയത്തും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും, അതുപോലെ തന്നെ മഴ പെയ്താൽ സ്റ്റാലിനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ പഞ്ചായത്ത് അംഗം കൃഷ്ണമൂർത്തി ഉണ്ട് നമ്മോടൊപ്പം. കൃഷ്ണമൂർത്തി, ഈ പറയുന്നത് പോലെ അവിടെ എത്രത്തോളം കുടുംബങ്ങളായിരുന്നു താമസിച്ചിരുന്നത്? ഇപ്പൊ ഒരു കുടുംബം മണ്ണിനടിയിൽ എന്ന വാർത്തയാണ് വരുന്നത്. വേണ്ടത്ര മുൻകരുതൽ ഇല്ലാത്തതാണോ ഇതിന് പ്രശ്നമായിട്ട് വന്നത്? ഇതിന് മുൻകരുതൽ എന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുൻകരുതൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വില്ലേജ് ഓഫീസറും വന്നിരുന്നു. വില്ലേജ് ഓഫീസറും പഞ്ചായത്തൊക്കെ വന്ന ഒരു 22ഓളം കുടുംബങ്ങളെ ഞങ്ങളെല്ലാം ചേർന്ന് ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് വൈകുന്നേരം കുറച്ച് മുമ്പ് വരെ ഒരു പ്രശ്നമില്ലാതെ, പക്ഷേ വൻ കുന്ന് വന്ന് ഇടിഞ്ഞ് അവിടെ റോഡിന്റെ അരികിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ അകത്ത് ആളുണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം, കറണ്ടൊക്കെ പോയിരിക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടറേയും ഇവരൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടെങ്കിലും വേറെ മുൻകരുതലൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്. ശരിക്കും നല്ല ഒരു വിണ്ടി കയറി മുകളിൽ നിന്ന് ഒരു വൻ കുന്ന് തന്നെ താഴേക്ക് വന്നിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയൊരു സാഹചര്യമാണോ നിലവിലുള്ളത്? അതോ ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുകയാണോ? നേതൃത്വത്തിലും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തില് ജെൻഡക്സും മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച്, വണ്ടിയൊക്കെ കിറ്റാച്ചൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വി കെ സ്റ്റാലിൻ ഉണ്ട് നമ്മുടെ കൂടെ. സ്റ്റാലിൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവിടുന്ന് 22 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് വീട്ടിലെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കുടുംബം മണ്ണിനടിയിലാവുകയായിരുന്നു. ആ കുടുംബത്തെ രക്ഷിക്കാനാവുന്നുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മുൻകരുതൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലിന്റെ പോരായ്മയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ എപ്പോഴും ഏറെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അടിമാലിയിലെ മന്നാങ്കണ്ടം വില്ലേജിന്റെ അധികൃതരും അവിടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊരു വലിയ ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്രമീകരണങ്ങളൊന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു നീക്കങ്ങളോ അവിടെ നടക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം മാസങ്ങളായി അവിടെ നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഒരു 14 കിലോമീറ്ററോളം നേര്യമംഗൽ മുതൽ വളരെ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടതി വിധി മൂലം അങ്ങനെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിന് ബാക്കിയുള്ള ചില ഭാഗങ്ങളിലാണ് ഇപ്പോഴീ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് മഴക്കാലത്തും മഴ തോരുന്നത് നോക്കി അവിടെ വീണ്ടും നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുള്ള സാഹചര്യത്തിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ഒന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഇന്നലെ മണ്ണിടിച്ചിലിനോടനുബന്ധിച്ച് തന്നെ ആ പ്രദേശത്ത് വീടുകൾ ഇരുന്ന ഭാഗത്തൊക്കെ മണ്ണിൽ വലിയ വിള്ളൽ വീണിരുന്നു.
ആ വിള്ളൽ വീണ ഭാഗത്താണ് ഇന്ന് വീണ്ടും വെള്ളമിറങ്ങി അവിടെ ഇടിഞ്ഞ് ഇപ്പം വൈകുന്നേരം വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വൈദ്യുതി ലൈനുകളില്ല, അതുപോലെ വെളിച്ചത്തിന്റെ പ്രശ്നം ഉണ്ട്. എങ്കിലും അവിടേക്ക് ജനറേറ്ററുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുന്നത്. എന്നാൽ തന്നെയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ പരിമിതിയുണ്ട്. ഒരു വീടിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് കുറച്ച് മണ്ണിടിഞ്ഞ് വീണു, അതിനകത്ത് ആളുകളുണ്ട് എന്നുള്ളൊരു ഒരു കുടുംബം മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണെന്ന് വ്യക്തമാണോ? ഏത് കുടുംബമാണ് എന്നുള്ളത് വ്യക്തമാണോ? കുടുംബത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും ഒരു കുടുംബത്തിലെ 5ഓളം ആളുകൾ അതിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജനറേറ്ററും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നാട്ടുകാർ, എല്ലാ മേഖലയിൽ നിന്നുള്ള നാട്ടുകാർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അടിമാലി ഈ പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അവിടെ ഇപ്പം സജ്ജമായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ കുടുംബത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. വരും സമയങ്ങളിൽ തന്നെ അക്കാര്യം കൂടി നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുമെന്നാണ് നമുക്ക് കരുതുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിയിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് വീടുകൾ മണ്ണിനടിയിലായത്. ഒരു കുടുംബമാണ് ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ കുടുംബത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലത്തിന് മുകളിലായാണ് തിട്ട് ഇടിഞ്ഞു താഴ്ന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. രക്ഷാപ്രവർത്തനം എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട് സ്റ്റാലിൻ? രക്ഷാപ്രവർത്തനത്തിന് അവിടെ പ്രതിസന്ധിയായി നിൽക്കുന്നത് വെളിച്ചത്തിന്റെ വിഷയമാണ്. അത് വെളിച്ചത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്ന് കാര്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവിടെ ഉള്ളത്. നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റാലിൻ, ഇപ്പോൾ നിലവിൽ അവിടെ മഴയുണ്ടോ? കാലാവസ്ഥ എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണോ നിലവിൽ അവിടെയുള്ളത്? കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ്. ഇപ്പം ശക്തമായൊരു മഴ അവിടെ ഇല്ല. ആ പ്രദേശത്ത് ഇപ്പം മഴ ഉള്ള ഒരു സമയമല്ല. എന്താണേലും എങ്കിലും ഏത് സമയവും വലിയ മഴയ്ക്ക് ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ചും വനത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. മഴ തുടരാതെ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ അവിടെ മഴ ഇല്ല എങ്കിൽ കൂടി രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ വെളിച്ചവും സംവിധാനങ്ങളും എല്ലാം എത്തിക്കാനുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ വില്ലേജിന്റെ ആളുകളും എല്ലാം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം കൂടുതൽ നാട്ടുകാരും അവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കും എന്ന് വേണം നമുക്ക് കരുതാൻ. സ്റ്റാലിൻ, ഈ പറയുന്നത് പോലെ കിടക്കുന്ന കുടുംബത്തെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന കുടുംബത്തെ? അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല. ആ പ്രദേശത്തുള്ള മണ്ണ് മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്റ്റാലിനിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP നമ്മോടൊപ്പമുണ്ട്. ഡീൻ കുര്യാക്കോസ്, ഈ പറയുന്നത് പോലെ 22 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. 22 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഒരു കുടുംബം ഇപ്പോൾ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ പോലും ആ ഒരു ഹൈവേയുടെ പ്രവർത്തനം വീണ്ടും തുടരുകയാണ് ഉണ്ടായത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ മാത്രമാണ് ഉണ്ടായതെന്നാണ് പഞ്ചായത്ത് അംഗം നമ്മോട് സംസാരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതൽ എടുക്കുന്നതിൽ പാളിച്ച സംഭവിച്ചതായി തോന്നുന്നുണ്ടോ? ഇക്കാര്യത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ കുടുംബം എങ്ങനെ അവിടെ നിലനിന്നു എന്നുള്ളത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഏതായാലും ഇപ്പൊ രക്ഷാപ്രവർത്തനം തുടർന്നു വരുന്നു. അവിടെ ഫയർഫോഴ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇവരെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി വരുന്നതാണ് ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോൾ ബോധ്യപ്പെട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ ദൂരം അപ്പുറത്താണുള്ളത്. യാത്രയിലാണ്, അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ഭാഗം അവിടെ നോക്കി കണ്ടതിന് ശേഷം ബോധ്യപ്പെട്ടതിന് ശേഷം സംസാരിക്കുന്നതാണ് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഈ പറയുന്നത് പോലെ ഈ കുടുംബം അവിടെ കുടുങ്ങിയത് ഇന്നലെ 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ച കൂട്ടത്തിൽ ഈ കുടുംബവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ഇന്ന് മഴ മാറിയ സമയത്തെല്ലാം അവിടെ വീടുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ വേണ്ടി പോയ ഒരു സമയത്ത് സംഭവിച്ച ഒരു അപകടമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതങ്ങനെ ആയിരിക്കാം. മഴയില്ലാത്തത് കൊണ്ട് സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ മഴയില്ലാത്തത് കൊണ്ട് അവിടെ പോയതായിരിക്കണം. അല്ലാത്ത പക്ഷം എല്ലായിടത്തും ആ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്നാണ് ബോധ്യപ്പെട്ടത്. ഏതായാലും ഈ തരത്തിൽ
അപകടമുണ്ടായ ദൗർഭാഗ്യകരമാണ്. അത് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി പ്രതികരിച്ചതിന്. സ്റ്റാലിൻ, ഈ പറയുന്നത് പോലെ മറ്റ് ഫയർഫോഴ്സ് അംഗങ്ങളെല്ലാം അവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. മറ്റു കുടുംബങ്ങളെല്ലാം ഇപ്പോൾ സേഫ് അല്ലേ? തീർച്ചയായും മറ്റു കുടുംബങ്ങളെല്ലാം സുരക്ഷിതമാണ്. ഈ ഒരു കുടുംബത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് 4 പേര് ആണ് ഇതിൽ പെട്ടിട്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതിൽ 2 പേര്, ഒരാളെ വിളിച്ചപ്പോൾ വിളി കേട്ടു എന്നും ഒരു ചെറുതായിട്ട് നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അത്തരത്തിലുള്ള ഒരു ഭീതി ഇല്ലാത്ത ഒരു അന്തരീക്ഷമുണ്ട്. ഏതായാലും അവരെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും JCB മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. തീവ്രമായിട്ടുള്ള രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് ബിജുവും ഭാര്യ സന്ധ്യയുമാണെന്ന് പറയുന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് അടിമാലിയിലുണ്ടായ ഒരു മണ്ണിടിച്ചിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഒരു കുടുംബമാണ് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലത്തിന് മുകളിലായിട്ടായിരുന്നു ഈ ഒരു തിട്ട് ഇടിഞ്ഞു താഴുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 22 കുടുംബങ്ങളെയായിരുന്നു ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്. ഇന്നലെയാണ് ആദ്യമായിട്ട് അവിടെ നിന്നും മണ്ണിടിച്ചിലുണ്ടാകുന്നത്. സ്റ്റാലിൻ, ഈ പറയുന്നത് പോലെ ബിജുവും ഭാര്യ സന്ധ്യയുമാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് പറയുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിലെന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? 4 അംഗങ്ങളായിരുന്നു. അതിൽ 2 പേരാണ് ഇപ്പോൾ അതിൽ കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ പേരുകൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ കിട്ടിയിട്ടില്ല. എങ്കിലും ബിജു എന്നൊരു പേരിനെ കുറിച്ചൊരു പരാമർശം നടക്കുന്നുണ്ട്. എന്നാലും 2 പേരാണ് അവിടെയുള്ളത്. ഇതിൽ ആളുകൾ വീടിന് സമീപത്തുനിന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടു എന്നും പറയുന്നുണ്ട്. ഏതായാലും 2 പേര് ആണ് ഇപ്പോൾ അതിൽ ഉള്ളത് എന്നും ആണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മണ്ണുമാന്തി യന്ത്രം ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും സ്റ്റാലിൻ, ഈ പറയുന്നത് പോലെ ഈ ഒരു ഹൈവേയുടെ പണി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പൊ ഇതിന് ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അപകട ഭീഷണി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു മഴക്കാലത്ത് അല്ലാതിരുന്നപ്പോൾ പോലും ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനത്തിൽ വലിയ മൺതിട്ട അവിടെ മണ്ണിടിച്ചു മാറ്റുമ്പോൾ വലിയ മൺതിട്ട രൂപപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ടിരുന്നു. അതിനിടയിൽ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചതിന് ശേഷവും ആ പരിസരത്ത് നിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്ന സന്ദർഭമുണ്ട്. ഏതായാലും ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു 3-4 ദിവസം മുമ്പ് പോലെ അവിടെ ശക്തമായ മഴ പെയ്തതോടെ വലിയ വെള്ളമൊഴുക്കുണ്ടാകുകയും മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് വരികയും ചെയ്തിരുന്നു. ഈ നിർമ്മാണ നിരോധനത്തിന് പുറത്തേക്കുള്ള ഭാഗത്താണ് ഈ ഇപ്പോൾ എട്ടുമുറി എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്നത്. അവിടെ അതിന് സമീപത്തായിട്ട് കുറെ വീടുകൾ ഉണ്ടായിരുന്നു. ആ വീട്ടിലുള്ള ആളുകളെയാണ് ഇന്നലെ ഈ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മണ്ണിന് മുകളിലുള്ള വലിയ വിള്ളലും വീണതോടുകൂടി ഇവിടെ നിന്നും സുരക്ഷിത സ്ഥലത്തേക്ക് ഇന്ന് മാറ്റിയത്. 22 കുടുംബങ്ങളെ സർക്കാർ ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഈ 22 കുടുംബങ്ങളിൽ പെട്ട ചില വീടുകളിലെ ആളുകൾ തിരികെ വരാം.